ഹായ് ജീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെയിൽ വീഡിയോ ആണ്. ലോട്ടസ് അല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് ചെടികളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ DTDC കൊറിയർ വഴിയാണ് എല്ലാവരും അയക്കുന്നത്. ഗൂഗിൾ പേ, അക്കൗണ്ട് ട്രാൻസാക്ഷൻ, Paytm ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ചെടികൾ അയക്കുന്നതിന് മുന്നായിട്ട് പിക്കുകളൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. പിറ്റേന്ന് തുടങ്ങി നിങ്ങൾക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. DTDC ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ തരേണ്ടത്. മിക്കവാറും ചിലർക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. വീട്ടിലെ പിൻകോഡായിരിക്കില്ല, DTDC കുറച്ച് ദൂരെയാണെങ്കിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് മാത്രം തരിക. പിന്നെന്താണ്, അൺബോക്സിങ് വീഡിയോ കാണിക്കുക. എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പറയേണ്ടതാണ്. പിന്നെ DTDC വീട്ടിൽ കൊണ്ട് തരുമോ എന്ന് നിങ്ങളുടെ DTDC ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെടികളാണ്. വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമുക്ക് സെയിൽ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ചോദിച്ചു പോവല്ല, ക്യാഷ് അടച്ച് കൺഫേം ആക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ ചെടികൾ മാറ്റി വയ്ക്കുള്ളൂ. അല്ലാത്തത് ചോദിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെന്താ, പിന്നെ നമ്മൾ തിങ്കളാഴ്ച ലോട്ടസിൻ്റെ ട്യൂബർ അയക്കും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കേട്ടോ, വ്യാഴാഴ്ചക്കുള്ളിലായിരിക്കും നമ്മൾ ചെടികളും അയക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രം ഓർഡർ തരാം കേട്ടോ. അപ്പോൾ ഇനി ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. സ്നോ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ച ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് വീണ്ടും കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാട്ടോ. കണ്ടത് ഇവിടെ നിന്നൊക്കെ നോഡുകൾ വരുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. നമ്മളിതൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ച ചെടികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നല്ല മൂത്ത കമ്പുകളാണ് കേട്ടോ. അപ്പോൾ മറ്റേ എന്താ പറയുക, ബേബി പ്ലാന്റ് മീൻസ് സീഡ്ലിംഗ് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ. കണ്ട, ഇതൊന്നൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടാമതുമാണ്. ഇതും നിങ്ങൾക്ക് ഇനിയും കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നല്ല ബുഷായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. നല്ല കളറാണ് കേട്ടോ, ഗ്രീനും വൈറ്റും ഒക്കെ കൂടിയിട്ടുള്ള കളറാണ്. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ്. പിന്നെ ഇതൊരു ക്രിപ്താന്തസ് പ്ലാന്റ് ആണ്. ഈ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല നക്ഷത്രം പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലും ഇങ്ങനെ ഇവിടെ നിന്നാണ് കേട്ടോ പുതിയ ചെടികളൊക്കെ വരുന്നത്. നല്ല പ്ലാന്റാണ്. അപ്പോൾ ഇതിന് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ഫിലോഡൻഡ്രോൺ പിങ്ക് പ്രിൻസസിൻ്റെ തൈയാണ് കേട്ടോ. നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ചതാണ്. വലുതായി വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ നല്ല പിങ്ക് കളറാവും. പിങ്ക് പ്രിൻസസ് നല്ല അടിപൊളി, നല്ല എന്താ പറയുക, പെട്ടെന്നൊന്നും തൈ കിട്ടില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു മോൺസ്റ്റർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതും കട്ട് ചെയ്തിട്ട് വെച്ച പ്ലാന്റാണ്. ഇത് നിങ്ങൾക്ക് ഇനിയും കട്ട് ചെയ്തിട്ട് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും 70 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തത് ഈ ഒരു ഗ്ലോറിസം എന്താ പറയുക, ഗ്ലോറിസം എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഈ ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ഭംഗി. ഈ ഒരു പ്ലാന്റ് കൂമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 130 രൂപയ്ക്കാണ്. ഇതൊക്കെ നല്ല അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ്. 130 രൂപയാണ്. പിന്നെ ഈ ഒരു ഒരു പ്ലാന്റിന് 20 രൂപയാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പേരറിയില്ലേ. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന് 20 രൂപ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ബിഗോണിയ പ്ലാന്റ് ആണ്. 20 രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതും ഒരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫ്, ബിഗോണിയ പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഒരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ചെടി, 1-2 ചെടികൾ ചിലപ്പോൾ ഒരു ലീഫിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് നല്ല പാറ്റേൺ കേട്ടോ. ഇതിൻ്റെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ ഒരു ലീഫ് കാണാനായിട്ട് 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പാമുണ്ട്. ഈ ഒരു പാം നല്ലൊരു പാമാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ ഒരു പാമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിനൊക്കെ ഇപ്പോൾ പ്രാവശ്യം പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഒത്തിരി വലുതായി വരും, നമുക്ക് അതിനൊക്കെ ലൈറ്റൊക്കെ ഇടാം. അതുപോലെ തന്നെ ചെറിയ ബോൾസൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. അധികം മെയിൻ്റെനൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു പാം. അപ്പോൾ ഇത് കൊടുക്കാനുണ്ട്. ഇതിനും 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതൊക്കെ തൈ ഉണ്ടാക്കാൻ നല്ല പാടാണ് കേട്ടോ. തൈ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ചെടികൾക്കാണ് റേറ്റ് ഇത്തിരി കൂടുതൽ കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ്. ഇതിൻ്റെ മെച്ചോർഡ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് മൊത്തം ഇത് 2 എണ്ണം,
പിന്നെ ഇത് ഇങ്ങനെ ഇതൊരു വലിയത് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ ഈ തൈകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 2 പ്ലാന്റിന് 30 രൂപ, ഇത്രയും പ്ലാന്റിന് 30 രൂപ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മദർ പ്ലാന്റ് നല്ല വൈറ്റ് കളറാവും. ഇപ്പോൾ ബേബി പ്ലാന്റ് ആയിരിക്കുമ്പോഴാണ് ആ ഒരു കളറ്. മദർ പ്ലാന്റ് കണ്ടില്ലേ, ഫുൾ വൈറ്റ് ആവും കേട്ടോ. ഇതും ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ്. വേരിഗേഷൻ വരുന്ന ലീഫാണ് കേട്ടോ. ഒരു യെല്ലോയിഷ് ഗ്രീനാണ് ഇതിൻ്റെ വേരിഗേഷൻ. നല്ല രസമാണ് കേട്ടോ. തണ്ടാണെങ്കിൽ ഒരു റെഡ് കളറ് ഷെയ്ഡ് വരും. വേരിഗേഷൻ വരുന്ന ലീഫുമാണ് കേട്ടോ. അപ്പോൾ ഇതിന് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ്. മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ ആ ലീഫിലൊക്കെ. അപ്പോൾ ഇതിനും 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഇതൊരു അലോക്കേഷ്യ പ്ലാന്റ് ആണ്. മിനിയേച്ചർ അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ 2 തൈയാണുള്ളത്. ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റിന് 90 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, 90 രൂപയാണ്. 2 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഹോമിലോമിന പ്ലാന്റ് ആണ്. 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ അഗ്ലോണിമയുടെ ചെറിയ തൈയുണ്ട്. അപ്പോൾ ഇത് 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 60 രൂപയാണ്. ബിഗ് റോയുടെ ചെറിയ പ്ലാന്റാണ് കേട്ടോ. 60 രൂപയാണ്. പിന്നെ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട്. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിന് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 2 എണ്ണം ഉണ്ടാവും കേട്ടോ. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റ് 200 രൂപയാണ്. പിന്നെ കൊച്ചിൻ പിങ്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു പ്ലാന്റും കൂടെ ഉണ്ട് കേട്ടോ. വൈറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ചെറിയ പ്ലാന്റിന് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ റൈസ് നാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഗ്ലോണിമയുടെ 2 തൈകളുണ്ട്. 170 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ റെഡ് എമറാൾഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റാണ്. ഇവിടെ നിന്ന് വേറെ ഇതുകൾ വരുന്നത് കണ്ടോ. അപ്പോൾ ഇനിയും കട്ട് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. 250 രൂപയ്ക്കാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ 10 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇത് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇത് 230 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 10 ക്യാരറ്റ് ആണ് കേട്ടോ. ഞാനിത് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകൾ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് കൊടുക്കാനുണ്ട്. ഇനി നമുക്കൊരു കോംബോ കാണിക്കാം കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയാം. 10 പ്ലാന്റ്സ് കട്ടിങ്സ് ആയിരിക്കും കേട്ടോ. 10 പ്ലാന്റ്സിൻ്റെ കട്ടിങ് നമ്മൾ വെറും 150 രൂപ, കൊറിയർ ചാർജ് അടക്കം 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സെലക്ഷനൊന്നുമില്ല കേട്ടോ. കാരണം കട്ടിങ്സാണ്, വളരെ ലോ റേറ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ടൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവർക്ക് കട്ടിങ്സ് വെച്ചാലും പിടിക്കും കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന്. കണ്ടില്ലേ, ഈ ഒരു മണി പ്ലാന്റ് എൻ്റെ കയ്യിൽ ചെളിയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മാർബിൾ പോത്തോസാണ് കേട്ടോ. മാർബിൾ പോത്തോസിൻ്റെ കട്ടിങ്സ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ബോർഡറൊക്കെ ആയിട്ടും ഇങ്ങനെ നിരത്തി ചട്ടികളിൽ കുറേ ചട്ടികൾ 2 സൈഡിലൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ല രസമുള്ള പ്ലാന്റാണ്. വൈറ്റും ഗ്രീനും കോമ്പിനേഷനിൽ വരുന്ന ഇതിൻ്റെ കമ്പുകളായിരിക്കും കേട്ടോ. കണ്ടോ, ഇതൊക്കെ ചെറിയ കമ്പുകൾ വെച്ച് തന്നെയാണ് ഞാൻ പിടിപ്പിച്ചത്. അപ്പോൾ ഒരു കമ്പ് തരുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കമ്പാണ് സെക്കൻഡ് വരുന്നത് കേട്ടോ. തേർഡ് വരുന്നത് ഈ ഒരു കോളിയസ് പ്ലാന്റിൻ്റെ ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാം കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ചെടി കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയാണ് തേർഡ് വരുന്നത് കേട്ടോ. 4ാമതായിട്ട് തരുന്നത് ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയ ഇതൊരു ബിഗോണിയ, പിന്നെ ഇതൊരു ബിഗോണിയ, പിന്നെ ഇതൊരു ബിഗോണിയ കേട്ടോ. അപ്പോൾ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും കേട്ടോ തരുന്ന. 3ഉം കൂടി തരില്ല. 3-ൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും 4ാമത് തരുന്നത് കേട്ടോ. 5ാമതായിട്ട് തരുന്നത് ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കട്ടിങ്സ് ആയിരിക്കും കേട്ടോ. കൊലയായിട്ട് നന്നായിട്ട് പൂവുണ്ടാവുന്ന ഈ ഒരു ബ്ലീഡിങ് ഹാർട്ടിൻ്റെ കട്ടിങ്സാണ് 5ാമതായിട്ട് തരുന്നത്. 6ാമതായിട്ട് തരുന്നത് ഈ ഒരു ചൈനീസ് ക്രോട്ടൺ പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആയിരിക്കും 6ാമതായിട്ട് തരുന്നത് കേട്ടോ. ഈ ഒരു ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവും, ചിലർക്ക് വലിയ പ്ലാന്റ്സ് ഉണ്ടാവും. ആദ്യം ഓർഡർ തരുന്നവർക്ക് വലിയ പ്ലാന്റൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇതാണ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ മിക്കവാറും കിട്ടുക. ഇതിനൊക്കെ റൂട്ട് ഉണ്ടാവും. 7ാമതായിട്ട് തരുന്നത് ഈ ഒരു പ്ലാന്റാണ്. 8ാമതായിട്ട് തരുന്നത് ഈ ഒരു ഫിലോഡൻഡ്രോൺ, നിയോൺ ഫിലോഡൻഡ്രോൺ കേട്ടോ. ലെമൺ ഫിലോഡൻഡ്രോൺ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേരൊക്കെ മറന്നുപോയി. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും 8ാമത് തരുന്നത്. തരുന്നത് ഈ ഒരു മൈക്കൻസിൻ്റെ ഫിലോഡൻഡ്രോൺ മൈക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആയിരിക്കും. ഇതൊക്കെ 2-3 കട്ടിങ്സൊക്കെ ഉണ്ടാവും കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ 2-3 കട്ടിങ്സൊക്കെ ഉണ്ടാവും. ഇതാണ് 9ാമതായിട്ട് തരുന്നത്.
10ാമത് തരുന്നത് ഈ ഒരു പ്ലാന്റ് ആയിരിക്കും. ഇതിൻ്റെ മിക്കവാറും റൂട്ടഡ് കട്ടിങ്സ് തന്നെയാണ് പിടിക്കൂട്ടോ. അഗ്ലോണിമ പ്ലാന്റ് ആണ്. എത്ര എന്താ പറയുക, ലോ റേറ്റ് അഗ്ലോണിമ ആയാലും ഇതുപോലെ ബുഷായിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് ആണ് 10ാമത് തരാൻ ഉദ്ദേശിക്കുന്നത്. അധികം പേർക്കൊന്നും തരാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജ് അടക്കമുള്ള റേറ്റ് നേരത്തെ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സുകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരുമെന്ന് ചോദിച്ചാൽ തരാൻ പറ്റില്ല കേട്ടോ. തരാൻ പറ്റുന്ന ഏക പ്ലാന്റ് ഇതാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി തരാനായിട്ട് ഈ ഒരു ബാമ്പു പ്ലാന്റ് ഉണ്ടാവും കേട്ടോ. ബാമ്പു പ്ലാന്റ് നിങ്ങൾക്ക് വേറെ പ്ലാന്റായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അല്ലാതെ വേറൊന്നും മാറ്റി തരുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആകെ പ്രശ്നമാവും കേട്ടോ. കാരണം നമ്മളിതൊരു ഓഫർ പോലെയാണ്, പുതിയതായിട്ട് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു ഓഫറാണ്. ചെടികളുള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ല, ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം, കുറഞ്ഞ റേറ്റിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഓഫർ. അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും കേട്ടോ ഈ ഒരു ഓഫർ കിട്ടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓർഡർ തരുന്നവർക്കായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുക, അതും കൂടി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.